EOS-1 വിക്ഷേപണം അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ദാ ISROയുടെ പുതുവർഷത്തിലെ ആദ്യ വിക്ഷേപണമാണ്. ദിശാ നിർദ്ധാरण करता है और उद्दिष्ट पथ की ओर यान को ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇത്. EOS-1 എന്നുള്ളത് ഏതായാലും അന്വേഷ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം, അതായത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതോടൊപ്പം തന്നെ 15 പേലോഡുകൾ, അതിൽ ഇന്ത്യൻ വിവിധ സ്റ്റാർട്ടപ്പുകൾ നിർമ്മിച്ച പേലോഡുകൾ, അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള അന്താരാഷ്ട്ര സഹകരണത്തോടെയുള്ള പേലോഡുകൾ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളുമായിട്ടാണ് 16 പേലോഡുകളുമായിട്ടാണ് ഇപ്പോൾ PSLV C-62 കുതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വിക്ഷേപണം C-61 എന്നുള്ള PSLVയുടെ വിക്ഷേപണം പരാജയമായിരുന്നു. അതിന്റെ എല്ലാവിധത്തിലുള്ള തകരാറുകളും കുറവുകളും അപാകതകളും പരിഹരിച്ചാണ് ഇപ്പോൾ C-62 ഇപ്പോൾ കുതിച്ചിരിക്കുന്നത്. ഏതായാലും ആദ്യ ഘട്ടങ്ങളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ വിജയം കണ്ടിരിക്കുന്നു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്വേഷ എന്നുള്ള ഉപഗ്രഹം. നമ്മുടെ കൃഷി, അതുപോലെ തന്നെ അർബൻ മാപ്പിംഗ്, നഗര മാപ്പിംഗ്, റിമോട്ട് സെൻസിംഗ് കഴിവുകൾ, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഉപഗ്രഹമാണ് ഈ അന്വേഷ എന്നുള്ളത്. ഏതായാലും ഈ ഭൗമ നിരീക്ഷണ സംവിധാനത്തിൽ ISROയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാൽവയ്പ് തന്നെയാണ് ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 101ാമത്തെ വിക്ഷേപണം കൂടിയാണ് ISROയുടെ ഇന്നത്തേത്, ഈ അന്വേഷണം ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ എന്നുള്ളതും കൂടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മൾട്ടി സാറ്റലൈറ്റ് വിന്യാസം തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഓർബിറ്റ് എയറോസ്പേസ് വികസിപ്പിച്ചെടുത്ത ആയുൾസാറ്റ് ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങൾ ഇതിലുണ്ട്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ഓൺ എർബിറ്റ് ഇന്ധനം നിറയ്ക്കാനാവുന്ന ഒരു സംവിധാനമാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇത് പുനരുപയോഗിക്കാം, സുസ്ഥിരമായിട്ടുള്ള ഉപഗ്രഹ പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ തോതിൽ ബഹിരാകാശത്ത് ഇന്ത്യയുടെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്ന ISRO ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു വിക്ഷേപണങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ PSLV C-62 ഇപ്പോൾ കുതിച്ച് ഉയർന്നിരിക്കുന്നത്. അതോടെ തന്നെ ഇന്ത്യ മൗറീഷ്യസ്, ഇന്ത്യ സ്പാനിഷ് ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുമായി, അന്താരാഷ്ട്ര തലത്തിലുള്ള നിരവധി രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടുള്ള സാറ്റലൈറ്റുകളും ഈ വിക്ഷേപണത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പരാജയങ്ങളിൽ തളരാതെ ISRO എന്നും കുതിച്ച് വിജയതീരത്തേക്ക് എത്തുന്നു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു വിക്ഷേപണം അത് പരാജയപ്പെട്ടാൽ തൊട്ടടുത്ത വിക്ഷേപണത്തിൽ അത് കൃത്യമായിട്ട് അതിന്റെ തകരാറുകളൊക്കെ പരിഹരിച്ച് ISRO തിരിച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ PSLV C-62ന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളെല്ലാം ഇപ്പോൾ കൃത്യമായിട്ടുള്ള പ്രതീക്ഷ പോലെ തന്നെ, കണക്കാക്കിയ പോലെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പേലോഡുകൾ ഭ്രമണപഥത്തിൽ എത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വൈകാതെ തന്നെ വിവരങ്ങൾ നൽകിയത്.